ഒരു കാലത്ത് ഇന്ത്യയിലെ വലിയൊരു തിരുത്തൽ ശക്തിയായിരുന്നു ഇടതുപക്ഷം. അത് ഇന്ന് അപ്രസക്തമായി തീർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാറ്റ-യുഗത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തി ഇനി എന്തായിരിക്കും? നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഡൽഹിയിൽ നടന്ന സമരം, പാറ്റ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം വിജയിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അവകാശികളായി മാറിയത് MA ബേബിയും CPM-ഉമാണ്. എനിക്ക് ഭയങ്കര നിരാശ തോന്നി. നമ്മൾ CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഈ വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് എടുക്കുകയും അതിൽ നമ്മുടെ DYFIയുടെ അഖിലേന്ത്യാ നേതാവ് താത്വികാചാര്യനായ A റഹീം അതിൻ്റെ വിജയം നേടി. അദ്ദേഹം മുഴുവനും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലെ ഏതോ ഒരു പാർട്ടി നേതാവ് A റഹീം, ഞാൻ പങ്കെടുത്തൊരു ചാനൽ ചർച്ചയിൽ A റഹീമിൻ്റെ സാന്നിധ്യത്തെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു, ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പം അവർ അവകാശപ്പെട്ടത് ഈ സമരത്തിന് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തത് ഇടതുപക്ഷമാണ് എന്നുള്ള തരത്തിലാണ്. പക്ഷേ ഇന്ത്യയിലെ ഒരു ക്യാമ്പസിലും കാര്യമായ ചലനമുണ്ടായില്ല, കേരളം ഉൾപ്പെടെ. എറണാകുളത്ത് ഏതോ ഒരു സംഗീത വിരുന്ന് എന്തോ നടത്താനുള്ള ശ്രമം നടന്നതിൻ്റെ അപ്പുറം നമ്മളൊരു ജനകീയമായ അല്ലെങ്കിൽ വിദ്യാർത്ഥി സമരമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പസുകളിൽ പോലും ഈ പാറ്റ സമരം നടക്കുന്ന സമയത്ത് കാര്യമായ ജനമുന്നേറ്റം ഉണ്ടായില്ല. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ പാറ്റ യുഗം വന്നതോടെ ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം കാണുമോ എന്നുള്ളതാണ്. കാരണം പാറ്റകൾ ഉയർത്തിയ ഒരു വിഷയം നമ്മൾ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ജെനുവിൻ വിഷയമാണ്. ഇന്ത്യയിലെ മിഡിൽ ക്ലാസിൻ്റെ, വിശേഷിച്ചും അർബൻ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള എല്ലാ കുട്ടികളും, കാരണം CBSE പരീക്ഷയും നീറ്റ് പരീക്ഷയും കൂടെ സംയുക്തമായി വന്ന ഒരു പ്രശ്നമാണ്. അതിൽ ഗവൺമെൻറ്റിനുണ്ടായ വീഴ്ചയും അത് ഗവൺമെൻറ് അത് റെക്ടിഫൈ ചെയ്താലും സമൂഹത്തിനുണ്ടായ ആശങ്ക മാറ്റാൻ കഴിയില്ല. ആ സമയത്ത് രാഹുൽ ഗാന്ധി ഏതാണ്ട് 20 വർഷം ഈ നമ്മുടെ ഭ്രമണപഥത്തിൽ തന്നെ ഇല്ലാതെ പോയി. ഏത് രാജ്യത്താണെന്ന് ആർക്കും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഗവൺമെൻറ്റിന് ഒരുപക്ഷെ അറിയാമായിരിക്കും, പക്ഷേ പരസ്യമായിട്ടൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ആ തരത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ അപ്രത്യക്ഷമാകുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയ സ്പേസ് കിട്ടുകയാണ്. വിശേഷം ഡൽഹിയിൽ അവർക്ക് സമരമൊക്കെ നടത്താൻ പറ്റുമായിരുന്നു. ഇപ്പം ജന്തർ മന്ദറിൽ സമരം നടത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം പല സ്ഥലത്തുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്ന് സമരം നടത്താം ഒരു ജെനുവിനായ വിഷയത്തിന്. പക്ഷേ അതിനൊന്നും അവർ തയ്യാറായില്ല. ഇപ്പോൾ കേരളത്തിൽ പോലും AG's ഓഫീസിലും അതുപോലെ GPയുടെ അടുത്തൊക്കെ ചില സമരങ്ങൾ നടത്തി, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. അതൊക്കെ അവർ സാധാരണ നമ്മൾ അമ്പലത്തിലെ വഴിപാട് പോലെയുള്ള ചടങ്ങുകളാണ്. നമ്മൾ കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് ചടങ്ങ് സമരമാണ്. സെക്രട്ടേറിയറ്റിൻ്റെ സമരത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട്. അതിനുശേഷം കൂട്ടമണി അടിക്കുന്നത് പോലെ അവിടെ ജലപീരങ്കി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഇത് ഇല്ലാതായി പോകുന്ന ഒരു സമരപ്രക്രിയ. അതിനപ്പുറം അത് ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനോ എന്തിന് കേരളത്തിലെ മാധ്യമങ്ങൾ, ഇപ്പം ഞാൻ ഈ വിഷയം വന്നപ്പോൾ ശ്രദ്ധിച്ചാണ്, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ചർച്ചാ വിഷയം പോലും ആക്കില്ല. അപ്പോൾ CBSE പരീക്ഷ ക്യാൻസൽ ചെയ്ത് നീറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്യുന്ന മെയ് 12-ാം തീയതിയും കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ചാ വിഷയമാക്കിയില്ല എന്നുള്ളതാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ചയാക്കുന്നത് ജൂലൈ 19-ന് ശേഷമാണ്. പാറ്റാ സമരം തുടങ്ങിയത് ജൂൺ 28-നാണ്. അപ്പം ജൂലൈ 19-ന് ശേഷമാണ് ഒരു ചലനമുണ്ടാകുന്നത്. അതിന് പ്രധാന കാരണം പാർലമെൻറ്റ് സമ്മേളനം 20 മുതൽ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങാൻ എല്ലാ MP-മാരും ഡൽഹിയിൽ ചെല്ലാണ്. സ്വാഭാവികമായിട്ടും പ്രധാന പ്രതിപക്ഷം പാർലമെൻറ്റിനകത്ത് പ്രശ്നങ്ങളുണ്ടാക്കും, ചർച്ചയ്ക്ക് വരും എന്നുള്ള തലത്തിലേക്ക് ഒരു പുതിയൊരു ഉണർവുണ്ടാകുന്നു. ഈ സമയത്താണ് ഇത് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നത്. വ്യക്തിപരമായിട്ട് നമ്മൾ ഈ മീഡിയ രംഗത്ത് നിൽക്കുന്നത് നമുക്കറിയാം. ഇപ്പം ഞാൻ ഇതിൽ താല്പര്യത്തോടെ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ തയ്യാറായിട്ടും പല മാധ്യമങ്ങൾ ഇത് വേണ്ട, കാരണം അവരതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷം കിട്ടിയൊരു അവസരം അവർക്ക് നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം അവരിപ്പം കേരളത്തിലെ പരാജയത്തോടെ ഏതാണ്ട് ഇന്ത്യയിൽ അസ്തമിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ചരിത്ര പുരുഷനായി അങ്ങനെ മാറുന്നത് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ തന്നെയായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പം റഹീം പറഞ്ഞിട്ടുണ്ടായി, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കരുത്താണ് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കരുത്ത് ഞാൻ കാണുന്നത് അതല്ല. അതിനേക്കാളും വലുതായിട്ട് ഞാൻ കാണുന്നത് ഈ ജനവിരുദ്ധമായ ഒരു ഭരണ സംവിധാനം, വികസന വിരുദ്ധമായ ഭരണ സംവിധാനം, 34 വർഷം തുടർച്ചയായി ഭരിച്ച പശ്ചിമ ബംഗാളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉന്മൂലനം ചെയ്യാൻ. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ 0 സീറ്റായിരുന്നു, ഇപ്പം 1 സീറ്റ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് ബംഗാളിൽ. അത്രയധികം അപ്പോഴാണ് നമ്മൾ ആ ജനാധിപത്യത്തിൻ്റെ കരുത്ത് മനസ്സിലാക്കുന്നത്. അതുപോലെയാണ് ത്രിപുരയിലും അതുപോലെ 20 വർഷം ഒരു മുഖ്യമന്ത്രി തുടർ ഭരണമായിരുന്നു.
അപ്പം എന്നിട്ട് ത്രിപുരയിൽ നിന്നും അവർ തൂത്തുവാരി കേരളത്തിലെ 10 വർഷത്തെ ദുർഭരണത്തെയും കേരളത്തിലെ ജനങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത് ഒരു പോളിസി ഡിസിഷനിൽ ഗവൺമെൻറ് ഏതെങ്കിലും ഒരു ഡിസിഷൻ തിരുത്തുന്നതല്ല. ഈ തരത്തിൽ ജനങ്ങൾ ഈ പറഞ്ഞ ജനവിരുദ്ധ ഭരണകൂടത്തെയും അതിൻ്റെ നേതൃത്വത്തെയും തൂത്തെറിയുന്നതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇടതുപക്ഷം ഇന്ന് നമ്മുടെ നിയമസഭകളിലും പാർലമെൻറ്റിലുമൊക്കെ പൂർണ്ണമായിട്ടും അപ്രസക്തമായി കഴിഞ്ഞു. ഇപ്പോൾ 2004 വന്ന UPA ഭരണകൂടത്തിൻ്റെ സ്റ്റിയറിംഗ് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലായിരുന്നു. അന്ന് 63 MP-മാരാണ് ഇടതുപക്ഷത്തിന്. നല്ലൊരു തിരുത്തൽ ശക്തിയായി. അത് കോൺഗ്രസിന് 145 MP-മാരാണ് ഉണ്ടായിരുന്നത്. അപ്പം പ്രധാനമന്ത്രി കോൺഗ്രസ് ആണെങ്കിലും ആ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കാൻ വലിയ കരുത്ത്, മാത്രമല്ല സ്പീക്കർഷിപ്പും CPM സോമനാഥ് ചാറ്റർജിയിലൂടെ പിടിച്ചു വാങ്ങേണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിൽ ഇന്ത്യൻ ഭരണത്തിൻ്റെ സ്റ്റിയറിംഗ് കയ്യിലിരുന്ന ഇടതുപക്ഷം ഇന്ന് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഇടനാഴിൽ ഒരിടത്തുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷാ വിദഗ്ധനായ നമ്മുടെ റഹീമൊക്കെയാണ് പാർലമെൻറ്റിൽ പലപ്പോഴും നമ്മൾ ഇടതിൻ്റെ സ്വരമായി നമ്മൾ കാണുന്നത്. അപ്പം പലപ്പോഴും നമ്മുടെ ട്രോളുകൾ ഇറക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്നത് ഇവരുടെ ഇടതുപക്ഷത്തിൻ്റെ പാർലമെൻറ്റിലെ വോയിസാണ്. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷം ഇന്ന് ആ തരത്തിലേക്ക് തരം താണു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ പാറ്റകളുടെ സമരം തങ്ങൾ നടത്തിയ സമരമാണ് എന്ന് വളരെ ആവേശത്തോടെ, ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ ഞാൻ പങ്കെടുത്ത 3 ചാനൽ ചർച്ചകളിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ MP-മാരുണ്ടായിരുന്നു. അത് ബ്രിട്ടാസ് ഉണ്ടായിരുന്നു, അതുപോലെ ഈ റഹീമും ഉണ്ടായിരുന്നു, മാറിയിട്ട്. അപ്പോൾ അവരൊക്കെ അവകാശപ്പെട്ട് നോക്കിയപ്പോൾ പാർട്ടികൾക്ക് ഒരു ക്രെഡിറ്റുമില്ല. എല്ലാം തന്നെ ഇടതുപക്ഷമാണ്. അപ്പോൾ ഡൽഹിയിലെ സമരം ആസൂത്രണം ചെയ്തതും സംവിധാനം ചെയ്തതും അതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറിൽ സപ്പോർട്ട് കൊടുത്തതുമെല്ലാം ഇടതുപക്ഷമായിരുന്നു എന്നുള്ള ഇതാണ് അവർ പറഞ്ഞത്. ഇവരവിടെ പോയി നോക്കുന്നുണ്ടാവും. ഇവർ ഡൽഹിയിൽ മറ്റ് പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കേരളത്തിലെ MP-മാരുടെ പൊതുവെ നമ്മൾ കാണുന്ന അവിടെ ചെല്ലുമ്പോൾ ഹിന്ദി അറിയില്ലല്ലോ അവർക്ക്. അപ്പോൾ അതുകൊണ്ട് മറ്റ് പണികളൊന്നുമില്ല, അവരവിടെ പോകുന്നുണ്ടാവും. പക്ഷേ ഈ സമരമുഖത്ത് അവർക്ക് കാര്യമായ റോളൊന്നുമില്ല. പക്ഷെ അതിൽ പാർട്ടിയുടെ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി അവകാശപ്പെടുമ്പോഴാണ് നമ്മൾ ഇടതുപക്ഷം എത്രമാത്രം തകർന്നിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിച്ച് ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനാണ് ഉണ്ടായിരുന്നത്. അത് ഇന്ത്യ അലയൻസ് എന്നുള്ള തലത്തിൽ ഇപ്പോൾ CPM-ന് അല്ലെങ്കിൽ CPI-ക്കാണെങ്കിലും ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിട്ട് ഒന്നായി നിൽക്കുന്നത് കൊണ്ട് പാർലമെൻറ്റിൽ വലിയ റോൾ എടുക്കാൻ കഴിയുമായിരുന്നു. കാരണം ഇതിൽ ഓരോ വിഷയങ്ങളും അക്കമിട്ട് നിരത്തി പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുമായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ നാൾ വഴികൾ മുഴുവനും നിയമപരമായിട്ട് തന്നെ പാർലമെൻറ്റിൽ നടപടിക്രമം അനുസരിച്ച് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതിനവർ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇടതുപക്ഷം ഈ പാറ്റകളുടെ സമരത്തിൽ ഒന്നുമേയല്ല, അവരതിനകത്ത് ഒരു തരത്തിലുമുള്ള വിജയം നേടില്ല. പക്ഷേ അവരുടെ വിജയം അവകാശപ്പെടുന്നതിൻ്റെ ആ ഒരു ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് ഇടതുപക്ഷം വന്നെത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് പാറ്റ യുഗത്തിൽ ഇടതുപക്ഷം പൂർണ്ണമായും അപ്രസക്തമായി എന്നുള്ളതാണ്. ഈ പാറ്റ ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു തുടർ പ്രതിഭാസമൊന്നും ആകാൻ സാധ്യതയില്ല. അതൊരു കാലികമായ പ്രതിഭാസമാണ്. അത് നമ്മളെ വീട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ പാറ്റകൾ വളരും, നമ്മൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകും, സർക്കാരും അല്ലെങ്കിൽ സമൂഹവുമൊക്കെ. അതൊരു പെർമനൻ്റ് എൻറ്റിറ്റിയുമൊന്നുമല്ല, ഇടതുപക്ഷത്തിന് ബദലുമല്ല. പക്ഷേ ഇടതുപക്ഷം പാറ്റകളെക്കാളും അധപ്പതിക്കുന്ന അവസ്ഥയിലേക്ക്, പാറ്റകൾ കഷ്ടപ്പെട്ട് നേടിയ വിജയവും തൻ്റേതാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും കൂടെ വരുമ്പോഴാണ് അത് തികഞ്ഞ നമ്മൾ ഈ ട്രോളുകൾക്ക് വേദിയാക്കി മാറി ഇടതുപക്ഷം ഈ സമരത്തിൽ. ഇടതുപക്ഷത്തിൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻ ഇത്തരം ഒരു ജനകീയ വിഷയത്തിൽ എടുത്തു പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് പാറ്റ യുഗത്തിൽ ഇടതുപക്ഷം പൂർണ്ണമായും അപ്രസക്തമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.